ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബണ്ണിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഇതൊരെണ്ണം മതി നമ്മുടെ വയറ് നിറയാൻ. അപ്പോൾ നമുക്കിതിൻ്റെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ ഒരു ചിക്കൻ ബൺ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു കപ്പ് ഇളം ചൂടുള്ള വെള്ളം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി നമുക്ക് വലിയൊരു ബൗളിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച വെള്ളം കൊണ്ട് ഒന്ന് നല്ലപോലെ കുറച്ച് ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം നമുക്ക് കൈകൊണ്ട് നല്ല രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒട്ടും സമയമില്ല എന്നാണെങ്കിൽ ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതേപോലെ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ഒരു സൈഡ് ഫ്രൈ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് കൂടി ഒരു 3-4 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം അതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലെ വഴണ്ട് വന്നാൽ അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ലേശം കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഫ്രൈ ചെയ്ത എണ്ണയോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പോ അല്ലെങ്കിൽ ചില്ലി സോസൊക്കെ ചേർത്ത് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അവസാനമായിട്ട് വളരെ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ കുഴച്ച് മാറ്റി വെച്ച മാവൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മൈദപ്പൊടി വിതറി കൊടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം. ഒരുപാട് ഫോഴ്സ് ചെയ്ത് കുഴച്ചെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ വളരെ പതുക്കെ കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ചെറിയ ബോളുകളാക്കിയിട്ട് മാറ്റാം. അത്യാവശ്യം വലുപ്പത്തിലുള്ള 6 ബോളുകൾ നമുക്കിതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതുപോലെ ബാക്കിയുള്ള മാവ് കൂടി നമുക്ക് ബോളുകളാക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഓരോ ബോളും ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി വിതറിയ ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഒരുപാട് തിന്നാക്കിയിട്ട് ചപ്പാത്തി വലുപ്പത്തിലൊന്നും പരത്തിയെടുക്കണ്ട. ഒരു അത്യാവശ്യം തിക്നെസ്സോട് കൂടി തന്നെ നമുക്കിത് പരത്തിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ച ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒരു ബോൾ ഷേപ്പിൽ ഒരു ബണ്ണിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ നമുക്ക് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ഫില്ലിങ് വെക്കുന്ന കൂട്ടത്തിൽ ഞാൻ മൊസറല്ല ചീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തികച്ചും ഓപ്ഷണലാണ്. അതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മുടെ ഈ ഒരു മസാല തന്നെ മതിയാവും. അപ്പോൾ നമുക്ക് ഈ മസാല വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ബോളാക്കിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം.
ഓരോന്നും ഇതുപോലെ ചെയ്തെടുത്ത ശേഷം നമുക്കിതൊരു ട്രേയിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ട്രേയിലേക്ക് മാറ്റുന്നതിന് മുന്നായിട്ട് ഒന്നില്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ വെക്കുക, അല്ലെങ്കിൽ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ട്രേയിലേക്ക് വെച്ച് കൊടുത്ത ശേഷം കുറച്ച് ബട്ടർ കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ഈ ബണ്ണ് വെച്ച് കൊടുത്തിട്ട് ഒരു 30 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ഓവൺ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. എന്നിട്ട് ബേക്ക് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് പുറത്തെടുത്ത് വെക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വയറ് നിറയും. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, പക്ഷേ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം.